നമ്മുടെ ഈ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിൽ പരിശുദ്ധമ്മയുടെ പ്രത്യേകം കൂട്ടൊക്കെ പിടിച്ച് നമ്മൾ ഈ ഒരു മാസം മുമ്പോട്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് മെയിലിൽ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഓരോ ദിവസം ഓരോ നിയോഗങ്ങളൊക്കെ വെച്ച് നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കത്തില്ലേ. 1-ാം തീയതി യോസേപ്പ് പിതാവിനോട് ചേർന്ന് നമ്മളിങ്ങനെ തൊഴിൽ മേഖലയിൽ ക്രൈസിസ് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. അതുപോലെ ഓരോ ദിവസവും ഇങ്ങനെ 31 ദിവസം ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ ഇങ്ങനെ വന്നിരുന്നു. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മാത്രമല്ല, ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നതും ഒരു 3 നിയോഗങ്ങൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല നല്ല ഈശോ ആഗ്രഹിക്കുന്ന ഒരു 3 നിയോഗങ്ങൾ നമുക്കിത് പ്രാർത്ഥിക്കാം. നിങ്ങളിത് ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ ഒന്ന് മനസ്സിൽ ഓർക്കണം. പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സ്നേഹത്താൽ ഈശോ അത് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ. നമുക്കൊരു 3 നിയോഗം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മനസ്സിലേക്ക് ഇപ്പോൾ ഒരു നിയോഗവും നിങ്ങളിപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരണ്ട. അച്ഛന് പറയാൻ പോകുന്ന നിയോഗങ്ങളൊന്ന് വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ ഈ 31 ദിവസവും വലിയ അനുഗ്രഹമായി തീരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ എന്തായാലും ഇന്ന് രാത്രി ഈ 3 നിയോഗങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാൻ പോകുന്നത്. നിങ്ങളും ഈ 3 നിയോഗങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്കൊരു സ്നേഹത്തിന്റെ നിർബന്ധമുണ്ട്. എടുക്കേണ്ട വചനഭാഗം ലൂക്ക 1:39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ ഈ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത്, ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഈ വാക്യങ്ങളൊന്ന് വായിക്കണം. ലൂക്ക 1:39 മുതൽ 45 വരെ വായിക്കൂ. അത് വായിക്കണം കേട്ടോ. വചനം വായിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹമായിട്ട് മാറുക. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു 3 നിയോഗങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയോ? ഇതിനകത്ത് എവിടെയാണ് നിയോഗം എന്നൊക്കെ നിങ്ങളിങ്ങനെ 2 തവണ വായിച്ചു നോക്കിയാൽ തപ്പിപ്പിടിക്കും. അതുകൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. 39-ാമത്തെ വാക്യം മുതൽ 45 വരെ വായിക്കണം. നിയോഗം നമ്പർ 1, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഫസ്റ്റ് ഇന്റൻഷൻ ഇതാണ്. 42-ാം വാക്യം, അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. വചനം അറിയാമല്ലേ? ലൂക്ക 1:42, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. പരിശുദ്ധ അമ്മയെ നോക്കി എലിസബത്ത് പാടി പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ അഭിസംബോധന ചെയ്ത ഒരു കാര്യമാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ഒന്നാമത്തെ നിയോഗം ഇതാണ്, ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ. ജിൻസച്ചനെ എന്നല്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ കേട്ടതുപോലെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെടണം. ഇത് നിയോഗമായിട്ട് ഒന്നാമത്തെ വെച്ചേ, ഞാൻ അനുഗ്രഹിക്കപ്പെടണം. അടുത്ത അതിനോട് ചേർത്തുള്ള വചനമാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. നിങ്ങൾ ഇതിനകത്ത് കല്യാണം കഴിച്ചവരുണ്ട്, മാതാപിതാക്കളുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ തലമുറ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന്, ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇത് കേൾക്കുമ്പോൾ നിന്റെ ഉദരഫലം അനുഗ്രഹീതം, മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ പ്രിയപ്പെട്ടവർ കൂടി അനുഗ്രഹിക്കപ്പെടുക. ഒന്നാമത്തെ നിയോഗം വചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയോഗമാണ് കേട്ടോ. രണ്ടാമത്തെ നിയോഗം 43-ാം വാക്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. ഇതിനകത്ത് എവിടെയും നിയോഗം എന്നൊക്കെ തപ്പി വിഷമിക്കരുത്. ശ്രദ്ധിച്ച് കേട്ടെ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് വരാൻ നമുക്കൊരു ഭാഗ്യം വേണ്ടേ? നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹിച്ച് അമ്മ മാതാവിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക സാന്നിധ്യം, കൂട്ട്, ഒരു പ്രസൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? ജപമാല ചൊല്ലുക. ജപമാല കൈ പിടിക്കുന്നവൻ്റെ കയ്യിൽ മാതാവ് പിടിച്ചിരിക്കുന്നു. കേട്ടിട്ടില്ലേ എങ്ങനത്തെ ഒരു കാര്യം? ജപമാല കയ്യിലെടുക്കുന്നവനെ മാതാവ് എടുത്തുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ നിയോഗം വെക്കാണ്, കൂടുതൽ ജപമാല ചെല്ലാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളിതൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന്, നിങ്ങളും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. 2, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടണം. അതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ജപമാല ചൊല്ലുക. ജപമാല കൂടുതൽ ചൊല്ലാൻ, ഒരു ദിവസം പോലും മുടങ്ങാതെ ജപമാല ചൊല്ലാനുള്ള ഒരു കൃപ ലഭിക്കാൻ വേണ്ടി രണ്ടാമത്തെ നിയോഗം വെക്കുക. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, മിസ് ചെയ്ത് കളയരുത്. 45-ാമത്തെ വാക്യം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ വചനം വിശ്വസിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. മൂന്നാമത്തെ നിയോഗം, വചനം വിശ്വസിക്കാൻ, ഞാൻ പ്രാർത്ഥിച്ച ഈ കാര്യം, ഞാൻ വായിച്ച ഈ വചനം, ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കാൻ ഒരു കൃപ. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. എലിസബത്ത് അമ്മയ്ക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത അനുഗ്രഹങ്ങളാണ്. നമുക്ക് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുത്ത് വന്നു, ഒരു ബ്ലെസ്സിങ് കിട്ടാൻ, ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കണ്ടിട്ട് അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടൊരു കൃപ ലഭിച്ചു എലിസബത്ത് അമ്മയ്ക്ക്. ഒപ്പം തന്നെ എലിസബത്ത് അമ്മ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നീ ഭാഗ്യവതിയാണ്. എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ ഭാഗ്യവതിയായിരിക്കുന്നത്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അപ്പോൾ ഈ 3 നിയോഗങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഏറ്റവും അവസാനം പറഞ്ഞത്,
കർത്താവിൻ്റെ വചനം വിശ്വസിക്കാൻ ഇത് സംഭവിക്കുമെന്നുള്ളൊരു കൃപ, ആ ഒരു വിശ്വാസം എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 2 പരിശുദ്ധ ജപമാല കൂടുതൽ ചെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുക. 3 ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി. ഈ 3 നിയോഗങ്ങളും ലൂക്ക 1:39 മുതൽ 45 വരെയുള്ള വചനത്തിൻ്റെ അഭിഷേകത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മെയ് മാസം തന്നെ അനുഗ്രഹമായിട്ട് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.